പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ും അതുപോലെ തന്നെ കല്യാണിയും കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷം അടിപൊളിയായി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്ന സരയുവും ഈ നിർബന്ധം മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. സരയുവിനെ പിന്തിരിപ്പിക്കുന്നതിനായി സരയുവിൻ്റെ അമ്മ ശ്രമിക്കുന്നുവെങ്കിലും സരയു അത് കണക്കിലെടുക്കാൻ തയ്യാറാകുന്നില്ല. തനിക്കും കുഞ്ഞിൻ്റെ ആഘോഷം വളരെ ഗംഭീരമായി തന്നെ നടത്തണം എന്ന് വാശി പിടിക്കുകയാണ്. ഇതോടെ മനോഹറിൻ്റെ ചതി അറിഞ്ഞിട്ടും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ സമ്മതം നൽകിയിരിക്കുകയാണ് ശാരി. ഇതോടെ ചടങ്ങുകൾ അതീവ ഗംഭീരമായി തന്നെ മുന്നിലേക്ക് നടത്തുകയും ചെയ്യുന്നു. കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടത്തുമെന്ന് വാശി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ശാരികയുടെ മകൾ. എന്നാൽ ഇതെല്ലാം കാണുന്ന മനോഹർ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുകയും എല്ലാം നിങ്ങളുടെ മകളുടെ വാശിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് മനോഹറിൻ്റെ ഈ ചതി എത്ര നാൾ ഇനി മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യമാണ് ശാരിയുടെ മുന്നിൽ അവശേഷിക്കുന്നത്. ഈ ചതി അധികനാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്നുമുള്ള തീരുമാനം എടുക്കുന്നുവെങ്കിലും സരയുവിൻ്റെ കാര്യങ്ങൾ ഒന്നും അറിയാത്ത നീക്കങ്ങൾ തിരിച്ചടിയായിരിക്കുകയാണ് ശാരിയുടെ പ്രവൃത്തികൾക്ക്. മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യം അവശേഷിക്കുകയും ചെയ്യുന്നു. സത്യങ്ങൾ അറിയുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറിയെയും കുറിച്ച് ഓർത്ത് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറാവുകയാണ് ശാരി. ഇതേസമയം കാർത്തിക കിരണിൻ്റെയും കല്യാണിയുടെയും ആഘോഷങ്ങൾക്കായി വരാൻ തയ്യാറാവുകയാണ്. മാത്രവുമല്ല ഈ ആഘോഷത്തിൽ അമ്മയ്ക്കും പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. പ്രകാശിന്റെ കാര്യം മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് മുഴുവൻ സമയവും നിൽക്കാൻ സാധിക്കാത്തത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കിരൺ എല്ലാ കാര്യവും മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുകയും അയാൾക്ക് തിരിച്ചടി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പ്രകാശന്റെ അഹങ്കാരത്തിന് ഇപ്പോൾ അറുതി വരേണ്ട സമയം ആയിരിക്കുക തന്നെയാണ്. അതിന് കാർത്തികയും അമ്മയും ഇപ്പോൾ സ്വീകരിച്ച വഴി തന്നെയാണ് ഏറ്റവും മികച്ചത് എന്ന് വ്യക്തമാക്കുന്ന കിരൺ അതുകൊണ്ട് തന്നെ പൂർണ്ണ പിന്തുണ എൻ്റെയും കല്യാണിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്ന് കിരൺ ചോദിക്കുന്നത്. ഇതോടെ നല്ലൊരു പദ്ധതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക ഞാൻ ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വരേണ്ട സമയം ആയി കഴിഞ്ഞു എന്നും പ്രകാശൻ ഇനി ആ കാര്യങ്ങൾ അറിയാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യങ്ങൾ അയാൾ തിരിച്ചറിയണം. അതിനുള്ള സമയം വന്നെത്തി എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കാർത്തിക ഇതേ തുടർന്ന് ഒടുവിൽ പ്രകാശനെ കാണുന്നതിനായി ചെല്ലുകയും പ്രകാശനോട് ഞാൻ പ്രകാശൻ്റെയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെയും മകളാണ് എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പ്രകാശനെ. ഇതോടെ പ്രകാശൻ താനാകെ തകർന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.